കീ എൻ്റെ കൈ കിട്ടിയിട്ട് ഇന്നൊക്കെ 1 വർഷമായി. വിശക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും കഴിക്കാനും തോന്നില്ല. കറങ്ങാൻ പോകണമെന്നുണ്ട്, പെട്രോളും ഇല്ല. എന്താ അവസ്ഥ? ഇത്രയും സംഭവം നമ്മൾ വണ്ടിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളൂ. അതിൻ്റെ വണ്ടി എടുത്ത് എന്നാൽ ഞാൻ നേടിച്ചു വാങ്ങിച്ച് തന്നു. സ്വന്തമായിട്ട് നേടണം. അപ്പോൾ എന്തായാലും എനിക്കെന്തായാലും വാങ്ങിച്ചു തന്നില്ലേ. അപ്പോൾ അവർക്കും അതുപോലെ കുറേ സംഭവങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ആഗ്രഹമുണ്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ വണ്ടി എടുത്തിട്ട് 1 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വണ്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എന്തായാലും ഇന്നൊരു കേക്കൊക്കെ മുറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് വീട്ടിൽ തന്നെ കേക്കൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് വണ്ടി എടുത്തതിനുള്ള സ്റ്റോറിയും കാര്യങ്ങളും കൂടെ പറയാമെന്ന് ചോദിച്ചു. വണ്ടി എടുത്തതിനുള്ള സാഹചര്യവും പിന്നെ അന്ന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് വണ്ടി എടുത്തത്. അപ്പോൾ എന്തായാലും അതൊക്കെ ചേർത്തുന്നൊരു കിടിലൻ വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോകാം. ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ബർത്ത്ഡേ പറഞ്ഞാൽ ഞാൻ ഈ കാര്യം ഒരിക്കലും മറക്കില്ല. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടാണ് ഞാൻ എൻ്റെ വണ്ടിയെ കൊണ്ട് നടക്കുന്നത്. നിങ്ങൾ എന്തായാലും വീഡിയോയിൽ അത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആഴ്ചയിൽ 10 വട്ടമെങ്കിലും കഴിവെന്നാണ് തോന്നുന്നത്. അത്രയും വേണ്ട, എന്തായാലും നമുക്ക് വണ്ടി കാണിച്ചു തരാം. വണ്ടി എന്തായാലും ഇന്ന് കഴുകി വൃത്തിയാക്കി സെറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ എന്നിട്ട് നമുക്കൊരു സ്റ്റോറിയും കൂടെ പറയാം. വണ്ടി എടുത്തതിനുള്ള സാഹചര്യം കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് കാർഷിനകത്ത് വണ്ടി ഇരിപ്പുണ്ട്. വണ്ടി എന്തായാലും കാണിച്ചു തരാം. ഈ ഫ്രെയിമിൽ തന്നെ പോയി വണ്ടി കാണിക്കാം. ഇതോ ഷീറ്റൊക്കെ മൂടിയിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് വണ്ടി എടുത്ത് പുറത്ത് വെച്ച് കഴിയുക. പിന്നെ വണ്ടിക്ക് വേണ്ടി നമ്മൾ മോഡിഫിക്കേഷന് വേണ്ടി വാങ്ങിച്ച സാധനങ്ങളെല്ലാം കാണിച്ചു തരാം. വണ്ടി നമ്മൾ അങ്ങനെയാണ് സൂക്ഷിച്ച് വെച്ചിരുന്നത്. അപ്പോൾ എന്തായാലും അതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ലൈക്ക് അടിക്കും. ഇതോ ഇരിക്കും നമ്മൾ വണ്ടി ഷീറ്റൊക്കെ മൂടി സെറ്റ് ചെയ്ത് വെച്ച് കണ്ടോ. വണ്ടി ഒന്ന് കഴുകിയിട്ട് വേണം നിങ്ങൾക്ക് നേരെ ഒന്ന് കാണിച്ചു തരാം. വാവ്, അങ്ങനെ വണ്ടി എടുത്ത് നമ്മൾ 1 വർഷം തികച്ചിട്ടുണ്ട്. നമുക്ക് കീയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം, എന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. ഇതാണ് നമ്മളെ വണ്ടിയുടെ കീ. വാവ്, ഈ കീ എൻ്റെ കൈ കിട്ടിയിട്ട് ഇന്നൊക്കെ 1 വർഷമായി. എന്തായാലേ ബെഡാ ഫീലിംഗ്. ഈ സമയം നമുക്ക് വണ്ടി എടുത്ത് പുറത്ത് വയ്ക്കാം. വണ്ടിയിൽ നിന്ന് ഒരുപാട് ഓടേണ്ടതാണ്. നമുക്ക് എന്തായാലും പുറത്തെടുത്ത് വെച്ചിട്ട് വണ്ടി ഫുള്ളും കഴുകാം. വണ്ടി ഇവിടെ കഴുകുണ്ട്. അപ്പോൾ ഫുള്ളും കഴുകിയിട്ട് നമുക്ക് കാണാം. ഇതേ സെയിം ഫ്രെയിമിലാണ് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വന്നതിൻ്റെ ആദ്യ ദിവസം കൊണ്ടുവച്ച സെയിം ഫ്രെയിം. ഞാൻ ആ ഫോട്ടോ സൈഡിൽ കൊടുത്തിരിക്കാം. ഇതേ സെയിം ഫ്രെയിം. പക്ഷേ മിററൊന്നും ഇതല്ലായിരുന്നു, വേറെ മിററായിരുന്നു. പക്ഷേ ഒരു രക്ഷയില്ല. ഞാൻ അധികമൊന്നും ഓടിയിട്ടില്ലെങ്കിലും ഓടിയത് അത്രയും അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. കാരണം വണ്ടി അത്രയ്ക്കും പൊളിയാണ്. അത്രയ്ക്ക് ഫീൽ ചെയ്താണ് വണ്ടി ഓടിച്ചത്. ഏകദേശം 365 ദിവസം, 1 വർഷം എൻ്റെ കൂടെ വണ്ടി ഫീൽ ചെയ്ത് ഓടിക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് അതിന്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എന്തായാലും വണ്ടി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്കിത് കാണിച്ചു തരാൻ കൂടെ പറ്റുന്നത്. എന്തായാലും ഞാൻ വണ്ടി എടുത്തുകൊണ്ടാണ് ഞാൻ പിന്നെ യൂട്യൂബിൽ കുറച്ചെങ്കിലും റീച്ച് കിട്ടിയത് വണ്ടി വെച്ചാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും അത് തന്നെ ഇപ്പം മെയിനായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ എന്തായാലും വണ്ടി ഒന്ന് കഴുകണം. വണ്ടി കഴുകുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. വണ്ടി കഴുകണം, പിന്നെ വണ്ടിക്ക് വാങ്ങിച്ച സാധനങ്ങളും എല്ലാം ഞാൻ കാണിച്ചു തരാം. കാരണം എനിക്കിപ്പം ഡ്രസ്സ് വാങ്ങുന്ന പോലെയാണ് ഞാൻ വണ്ടിക്ക് സുന്ദരനാക്കാൻ ഞാൻ ഓരോ സാധനങ്ങൾ വാങ്ങുന്നത്. അതുകൊണ്ട് കുറേ പൈസയ്ക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതും കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. പെട്ടെന്ന് തന്നെ അത് ജസ്റ്റ് കഴിവൊക്കെ ഉള്ളൂ. കാരണം വേറെ അഴുക്കൊന്നുമില്ല. ഇന്നലെ ഓടിയൻ്റെ കുറച്ച് ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതൊന്ന് കഴിയണം. കണ്ടോ, ഐസി ഫ്രെയിം. അതിങ്ങനെ വണ്ടിയെ ഇഷ്ടപ്പെടുന്നവർക്ക് അത് മനസ്സിലാവും എങ്ങനെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പം അറിയാം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. പിന്നെ വണ്ടി വാങ്ങിച്ച അന്നോട്ടുള്ള സ്റ്റോറിയും എൻ്റെ ഉള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തും. എല്ലാം കൂടെ ചേർത്താണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ ഇഷ്ടമുള്ളവർ എന്തായാലും ലൈക്ക് അടിച്ചിട്ട് തന്നെ വീഡിയോ കാണാം. അപ്പോൾ എന്തായാലും കണ്ടില്ലേ വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്ക്. എന്തായാലും വണ്ടി ഒന്ന് പെട്ടെന്ന് പോയി കഴുകിയിട്ട് പെട്ടെന്ന് വരാം. പക്ഷേ പൈപ്പിൽ വെള്ളം ഉണ്ടോ നോക്കാൻ വന്നപ്പം ഇതോ ഇവിടെ ഒരു മാങ്ങ പഴുത്തിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ആ മാങ്ങ നമുക്ക് അടക്കാം. ഇതോ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഈ കമ്പിട്ട് തന്നെ അടക്കാം. ഇവിടെ നല്ല ഉള്ളി മാങ്ങ അടുത്തപ്പം മാങ്ങ താപോയി ചെറുതായിട്ട് എനിക്കൊണ്ട് കമ്പ് കൊണ്ട് പഴുത്തായിരിക്കുന്നു. അപ്പം എന്താ അല എടുത്ത് തരുന്നുണ്ട്. വേണോ? കടിച്ചു നോക്ക്. പഴുത്തോന്ന് പഴുത്തല്ലേ? കൊള്ളാവോ? മാങ്ങ പഴുത്ത് ആണോ എനക്ക്? ഓക്കെ, വാവ്, കൊള്ളാം. പുഴ ഉണ്ടോ എന്തോ? ഒന്നും എനിക്ക് വിഷയമല്ല. നമുക്കിപ്പം ഇവിടുത്തെ പൈപ്പിൽ നിന്ന് കഴിവാം. ജസ്റ്റ് ഫോർ ഷെയറിങ്ങിനെ അറിയിപ്പാണ്. അപ്പോൾ എന്തായാലും വെള്ളമൊക്കെ തീർന്നിരിക്കുന്ന വേനൽ സമയമാണ്. അപ്പോൾ എന്തായാലും ഇപ്പം നിങ്ങൾ കാറും ബൈക്കും കഴിവാതിരിക്കുക. ഞാൻ എന്തായാലും ഇപ്പോൾ കഴിയുന്ന ജസ്റ്റ് ഒരു 1/2 ബക്കറ്റ് പെട്ടെന്നൊന്ന് വാഷ് ചെയ്യാം. എന്തായാലും ഫോമൊക്കെ തീർന്നിരിക്കണം. അപ്പോൾ എന്തായാലും പെട്ടെന്നൊന്ന് നിങ്ങൾക്ക് ടാങ്ക് എന്തായാലും കഴിയണം. അപ്പോൾ എന്തായാലും ടാങ്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക.
കണ്ടി കഴിയുന്നവരെല്ലാം തോട്ടം കയറി കൊണ്ടിട്ട് കഴിയുക. വീട്ടിൽ നിന്ന് വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടി വെള്ളം കാണില്ല, പിന്നെ കുടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ നമുക്ക് പൈപ്പ് തുറന്നു വിടാം. ഇവിടെ നിന്ന് വെള്ളം കളയേണ്ടെന്ന് പറഞ്ഞാണ് പൈപ്പ് അടച്ചു വെച്ചത്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് കൊണ്ടുവന്ന ഒരു കഴിവ് കഴിയിട്ട് തിരിച്ചു വരും. കൂടെ കയറി ഓക്കെ. നമുക്കിനി കഴുകി തീരുമ്പം അടുത്ത ഇതുപോലെ ഒരിക്കൽ അടിക്കും. കേസ് നമ്മൾ വണ്ടി കഴുകി കഴിഞ്ഞപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് തുടയ്ക്കുക. അപ്പോൾ എന്തായാലും തുടയ്ക്കും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ കഴിവൽ കഴിഞ്ഞു. പെട്ടെന്ന് കഴുകി കഴിഞ്ഞാൽ വേറെ ഒന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഫോമില്ലാത്തതുകൊണ്ട് പെട്ടെന്നൊന്ന് വാഷ് ചെയ്യായിരുന്നു. ഒന്ന് തുടച്ചിട്ട് വരാം. നമ്മൾ വണ്ടി കഴുകി കഴിഞ്ഞപ്പോൾ എന്തായാലും വണ്ടി കഴുകി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തൊന്ന് ജസ്റ്റ് ചൂടാക്കി വയ്ക്കും. വണ്ടിയുടെ സീറ്റും കാര്യങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് ഹീറ്റ് ചെയ്യാൻ വയ്ക്കുക. കാരണം അവിടെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹീറ്റായി തന്നെ പോകുമല്ലോ. അല്ലെങ്കിൽ തന്നെ ബാറ്ററിയുടെ വെള്ളം നനഞ്ഞല്ലേ, എന്തെങ്കിലും മിസ്സിങ് വരുമെന്ന് നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എന്തായാലും അവിടെ ഇരിപ്പുണ്ട്. എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബർത്ത്ഡേ ബോയുടെ ആദ്യത്തെ സ്റ്റാർട്ടാണ് ഇന്നത്തെ ദിവസം. ഒറ്റയടി സ്റ്റാർട്ടായി. അല്ലെങ്കിൽ ഒറ്റയടി സ്റ്റാർട്ടാവും. അപ്പം വണ്ടി കുറച്ച് നേരം ഒന്ന് ഹീറ്റ് ആവട്ടെ. ഏകദേശം വണ്ടി അവിടെ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് റൂമിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കാണിച്ചു തരാം. പിന്നെ നമുക്ക് വണ്ടി വാങ്ങിച്ചതിൻ്റെ സ്റ്റോറിയും കൂടെ പറയാം. പിന്നെ നമുക്ക് ഇത് കേക്ക് കട്ടിങ് കൂടെ നടത്താം. അതെന്തായാലും വൈകിട്ടായിരിക്കും. വീട്ടുകാരെല്ലാം വന്നിട്ട് ജസ്റ്റ് അവരൊന്നും കാണില്ല, ചുമ്മാ ഒരു രസത്തിന് എൻ്റെ ഒരു മനസ്സമ്മതനത്തിന് വേണ്ടി കട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിക്ക് വേണ്ടി വാങ്ങിച്ച സാധനങ്ങളൊന്ന് കാണിച്ചു തരാം. നമുക്കിപ്പോൾ വണ്ടിക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ പോയി എടുത്തിട്ട് വരാം. ഇത്രയും സംഭവം നമ്മൾ വണ്ടിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ളൂ. അതെന്തായാലും കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മളെ സീറ്റും കവളും തോരിപ്പുണ്ട്, സ്റ്റോക്ക് സീറ്റ് തോരിപ്പുണ്ട്. പിന്നെ 2 സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് അവിടെ എവിടെയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും എടുത്ത് പുറത്ത് കാണിച്ചു തരാം. നമ്മളിതിന് ഊരി മാറ്റിയതും അല്ലാത്തതായിട്ടുള്ള സംഭവങ്ങൾ. ഇതെന്തായാലും വണ്ടിയുടെ മിററാണ്. വണ്ടിയുടെ സ്റ്റോക്ക് മിറർ 2 ഇരിപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ വരുന്ന മഡ് ഗാർഡായിരുന്നു. അത് ഞാൻ വണ്ടി വാങ്ങിച്ചതിൻ്റെ 2 ദിവസത്തിൽ തന്നെ ഞാൻ ഊരി. ഇവിടെ വരുന്ന സംഭവമായിരുന്നു. മിക്കവരും ഊരുന്നുണ്ട്. അപ്പോൾ ഞാനും അതങ്ങ് ഊരി. ഇതിൻ്റെ റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ കാരണമുണ്ട്. അപ്പോൾ അതാണ് ഇതായിരിക്കുന്നത്. ഇതൊക്കെ തിരിച്ച് പറക്കി വയ്ക്കണം. പിന്നെ ഇത് നമ്മളെ ഉണ്ടായിരുന്ന ക്രാഷ് ഗാർഡ്. ഇതാണ് നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത് ക്രാഷ് ഗാർഡ്. നല്ല ബലമൊക്കെ ഉള്ള നല്ല അടിപൊളി സാധനമാണ്. സാധനയുടെ ക്രാഷ് ഗാർഡാണ്. അപ്പോൾ ഇത് മാറ്റിയിട്ടാണ് നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിന് പ്രകാരമുള്ള സാധനം വെച്ചത്. അപ്പോൾ ഇത് ക്രാഷ് ഗാർഡ്. പിന്നെ എന്താ പറയുക, പിന്നെ ഇതിൽ സാരി ഗാർഡ്. ഇതില്ലാത്തതുകൊണ്ടാണ് വീട്ടുകാരെ പോലും കൊണ്ടുപോകാൻ പറ്റാത്തത് തന്നെ. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഇത് ഞാൻ വണ്ടി വാങ്ങിച്ച് ഒരാഴ്ചയൊക്കെ ആയപ്പോൾ ഒരു സാധനമാണ് നമ്മുടെ ക്രാഷ് ഗാർഡ്. അപ്പോൾ ക്രാഷ് ഗാർഡ് ഇതായിരിപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഗ്രില്ല് ചെയ്യല്ലേ, ചുമ്മാ ക്രാഷ് ഗാർഡ് ഇരിപ്പുണ്ട്. പിന്നെ നമ്മളെ ബ്രാക്ക് ഫ്ലൂയിഡ് ഒരു പൊട്ടിക്കാത്തൊരു കുപ്പിയുണ്ട്. പിന്നെ യൂസ് ചെയ്തതിൻ്റെ ഇനിയും കുറച്ചുണ്ട് അതിൽ. പിന്നെ നമ്മളെ ഇത് WD-40 പൊട്ടിക്കാത്തൊരു സംഭവം ഇരിപ്പുണ്ട്. പിന്നെ നമ്മളുടെ ചെയിൻ ലൂബ്, ഇത് യൂസ് ചെയ്യണതാണ്. ഇത് യൂസ് ചെയ്യാത്ത സംഭവമാണ്. പിന്നെ നമ്മളെ ക്ലീനർ, ഇതൊക്കെയാണ് നമ്മൾ പുറത്തിരിപ്പുള്ളത്. ഇനി ഇതിൻ്റെ അകത്തുണ്ടല്ലോ, അതാ ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഈസി ക്ലച്ചല്ല, ഇത് ഹാൻഡിൽ റൈസറിൻ്റെ സംഭവമാണ് ഇതായിരിക്കുന്നത്. പിന്നെ ഇത് വേറൊരു മിററാണ്. ഒരു മിററും കൂടെ എക്സ്ട്രാ ഉണ്ടോ. എല്ലാം എക്സ്ട്രാ കുറേ സംഭവങ്ങളൊക്കെ നമ്മളുണ്ട്. പിന്നെ അത് ബൈക്കിൻ്റെ ഏതോ പഴയ മിററാണ്. പിന്നെ ഇത് വാങ്ങിച്ചപ്പോൾ കിട്ടിയൊരു വൈസറാണ്. ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് വാങ്ങിച്ചപ്പം കിട്ടിയൊരു വൈസറാണ് കേട്ടോ. ഫ്യൂഗിൻ്റെ വൈസറാണ്. വണ്ടി പോയി കണ്ട സമയത്ത് ഇതിങ്ങനെയാണ് ഇരുന്നത്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും വണ്ടിയിൽ വെച്ച് നോക്കാം. ജസ്റ്റ് ഒന്നുകൊണ്ട് വണ്ടി വെച്ച് നോക്കാം. ഇതിങ്ങനെ ഇരിക്കും കണ്ടോ. പക്ഷെ എനിക്ക് വൃത്തികേടായിട്ട് തോന്നി, അതാണ് ഞാൻ ഊരി മാറ്റിയത്. നിങ്ങൾക്ക് വയ്ക്കാൻ കച്ച് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് 2 ദിവസമാണ് വയ്ക്കാം. അപ്പോൾ അതാണ് ഈ വൈസറിനകത്തുള്ളത്. ഞാൻ ഒന്ന് സ്ക്രാച്ച് ആവാതെ സൂക്ഷിച്ചാണ് വയ്ക്കുന്നത്.
പിന്നെ ഈ പെട്ടിക്കകത്ത് ഇതിൻ്റെ അകത്തുള്ള കുറച്ച് സ്ക്രൂവും കാര്യങ്ങളും, പിന്നെ ഹെൽമെറ്റിൻ്റെ വൈസർ, പിന്നെ ഇതെന്താ ബാറ്ററിയുടെ പെട്ടി, പിന്നെ ഇത് സീറ്റ് കൊണ്ടുവന്ന പെട്ടിയാണ്, കവളും സീറ്റും കൊണ്ടുവന്ന ബോക്സാണ്. പിന്നെ നമ്മളെ കവളും സീറ്റ് ആയിരിക്കും. ഇതെന്തായാലും ഇപ്പം നമുക്ക് എടുത്ത് കയറ്റാം. അപ്പം നമ്മളെ GT സീറ്റ്, ടൂറിംഗ് സീറ്റും അതിൻ്റെ കവളുമാണ്. സ്റ്റോക്ക് സീറ്റ് അവിടെ ഇരിപ്പുണ്ട്, ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വണ്ടിക്ക് വേണ്ടി വാങ്ങിച്ച മോഡിഫിക്കേഷൻ സാധനങ്ങൾ. അപ്പോൾ എത്ര രൂപയായെന്ന് ചോദിച്ചാൽ ഒരുപാട് രൂപയായിട്ടുണ്ട്. കാരണം എൻ്റെ കിട്ടുന്ന പൈസ ഞാൻ കൂട്ടി വെച്ച് ഈ സംഭവങ്ങളൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. വീട്ടിലറിയാമെന്തോ എന്തോ അന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ വെച്ചിട്ട്, പിന്നെ മിറർ നമ്മൾ റീസെൻ്റ്ലി വാങ്ങിച്ച സംഭവമാണ് മിറർ. അത് അത്യാവശ്യം കൊള്ളാം. കോപ്പിയാണ് വാങ്ങിച്ചെങ്കിൽ കുഴപ്പമില്ല, എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ ചിലപ്പം ഒറിജിനൽ കിട്ടുവാണെങ്കിൽ ഒറിജിനൽ വാങ്ങിക്കും. ഇപ്പോൾ എന്തായാലും നമ്മൾ ബഡ്ജറ്റ് ഇല്ലാത്തത് നമ്മൾ ഇതേ വെക്കാറുള്ളൂ, ജസ്റ്റ് ഷോ. അല്ലെങ്കിൽ നമ്മൾ ഊരി മറ്റേത് വയ്ക്കും. എന്തായാലും സ്റ്റോക്ക് ലുക്കാക്കി നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് സ്റ്റോക്ക് ലുക്കാക്കാമല്ലേ. ഇന്ന് തന്നെ സ്റ്റോക്ക് ലുക്കാക്കാം. അല്ല, സീറ്റ് വയ്ക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ വേണ്ട, എന്തെങ്കിലും ചെയ്യാം. അല്ല, സ്റ്റോക്ക് വേണ്ട, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. എനിക്ക് എന്തായാലും വാങ്ങിച്ച സാധനമല്ലോ, ഇപ്പം ഇങ്ങനെ തന്നെ ഇരിക്കാൻ തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. സമാധാനമായി. ഇത്രയും കാണിക്കാൻ വേണ്ടി കുറേ മെനക്കെട്ട് കൊണ്ടുവന്ന വഴിയെ കണ്ടില്ല, ഇതൊക്കെ എടുത്തുകൊണ്ട് വന്ന്. അപ്പോൾ ഇതൊക്കെ തിരിച്ച് ഇതുപോലെ മുകളിൽ കൊണ്ടുപോകണം, അതും വേറെ ടാസ്ക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് സ്റ്റോറി കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ വണ്ടി ജസ്റ്റ് ഒന്ന് സീറ്റൊക്കെ മാറ്റി ലുക്കായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി വാങ്ങിച്ച് തന്നിട്ടുള്ള ജസ്റ്റ് ഒരു സ്റ്റോറി പറയാം. അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടെങ്കിൽ സൈഡിൽ ഞാൻ ചെറുതായിട്ട് എന്തെങ്കിലും ഫോട്ടോ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും വാച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എങ്ങനെയാണ് ഞാൻ വണ്ടി എടുത്തതെന്നൊക്കെ. അപ്പോൾ എന്തായാലും അത് കാണാം. കാണുന്നവരെന്തായാലും എനിക്ക് പ്രാന്താന്ന് നിൽക്കില്ല, വണ്ടിയുടെ അടുത്തിരുന്നാണ് പറയുന്നത്. എന്തായാലും കുറേ വർഷം ഞാൻ അടി ഉണ്ടാക്കി. കാരണം 2019 തൊട്ട് ഞാൻ പറയുന്നത് എനിക്ക് വണ്ടി വേണം. പക്ഷേ വണ്ടി എടുത്ത് തന്നില്ല. എല്ലാവരും വീട്ടിൽ പറയുന്ന പോലെ തന്നെ വണ്ടി എടുത്ത് തന്നാൽ ഞാൻ ഓക്കെ. അപ്പോൾ അതുകൊണ്ട് വണ്ടി എടുത്ത് തന്നില്ല. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഞാൻ ഡ്യൂക്ക് 390 പിടിച്ചുകൊണ്ടിരുന്നത്. നടക്കൂലെന്നായപ്പോൾ ഞാൻ നൈസായിട്ട് മാറ്റി GT അങ്ങനെ കുറേ ദിവസം GT എന്ന് വിളിച്ച് നല്ല വഴക്കുണ്ടാക്കുമായിരുന്നു. വഴക്കൊന്നും ഉണ്ടാക്കില്ല, ജസ്റ്റ് ഇവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറച്ചൊക്കെ പൈസ റെഡിയാക്കി ലാസ്റ്റ് അവർ സമ്മതിച്ചു. ഒരു സമയത്ത് അവർ സമ്മതിച്ചു. ലാസ്റ്റ് ഒരു കൂട്ടുകാരെ GT ഉണ്ടായിരുന്നു, ഒരു കൂട്ടുകാരൻ. അതിൻ്റെ വീഡിയോ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൂട്ടുകാരെ ഇടയ്ക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ സൈഡ് ഷോ കാണിച്ച് അതിലിങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന പോലെയൊക്കെ അഭിനയിച്ച് അങ്ങനെ അവർക്ക് ഇഷ്ടമുണ്ട് വണ്ടി വാങ്ങാം. പക്ഷേ വണ്ടിക്ക് നല്ല റേറ്റുണ്ട്. ഫസ്റ്റ് എന്തായാലും നടക്കില്ല. അപ്പോൾ എന്തായാലും സെക്കൻഡ്. പിന്നെ GT പോയി നോക്കിയപ്പം അത് റേറ്റ് ഒന്നും കുറയ്ക്കാത്തതുകൊണ്ട് GT ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണ് നമ്മളുടെ ബാക്കിൽ കാണുന്ന ഇൻ്റർസെപ്റ്റർ കണ്ടു. വണ്ടി ഇങ്ങനെയൊന്നല്ല ഇരുന്നത്. വണ്ടി പക്ക അവരെ ഒരു അങ്കിളാണ് ഓടിച്ചിരുന്നത്. അപ്പോൾ അയാളുടെ രീതിയിൽ അയാൾ മോഡിഫൈ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും ഞാൻ വിചാരിച്ചു വണ്ടി എടുത്തിട്ട് സ്റ്റോക്കാക്കി മതിയല്ലോ. അങ്ങനെ വണ്ടി എടുത്ത് സ്റ്റോക്കാക്കി സെറ്റ് ചെയ്ത സാധനമാണ് ദബാക്കി കാണുന്നത്. അപ്പോൾ മാർച്ച് 2020 മാർച്ച് 15 ഈ വണ്ടി എൻ്റെ പേരിലോട്ടായി ഞാൻ വീട്ടിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താ 1 വർഷമായിട്ടുണ്ട്. പെട്ടെന്ന് പറഞ്ഞിരുന്നു, കാരണം ഞാൻ കിതയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. കാരണം വീട്ടിലൊക്കെ അത്യാവശ്യം പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. കാരണം വണ്ടി ഇത്ര വലിയ CC ഉള്ള വണ്ടി മൈലേജ് കിട്ടൂലെന്ന് പറഞ്ഞു. നീ 1 വർഷം പോലും തികച്ചോട്ടിക്കൂലെന്ന് വരെ ഇട്ടേരെ പറഞ്ഞു. 1 വർഷം കുറച്ചൊക്കെ പൈസ കുറേ പോയി, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ആ ഫീൽ, വണ്ടി ഓട്ടിക്കാൻ കിട്ടുന്ന ഫീൽ, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾക്കെന്നല്ല, അത് വീട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ വണ്ടി അത്യാവശ്യം പവറൊക്കെ ഉണ്ട്. പക്ഷേ അത് അറിഞ്ഞ് ഓട്ടിച്ച് കഴിഞ്ഞാൽ ഒരു സീനും ഇല്ല, നല്ല കിട്ടില്ല വണ്ടി തന്നെയാണ്. പക്ഷേ അത് ഫോക്കസ് ആവില്ല. അപ്പോൾ എന്തായാലും എന്തോ ഒത്തിരി ഇഷ്ടമായി വണ്ടി. അപ്പോൾ നമുക്ക് ഇനി ചാനലിൽ പുതിയ കിടിലം വീഡിയോസ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ വണ്ടിയുടെ കിടിലം അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ പുതിയ വണ്ടി എടുക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് മോണിറ്റൈസേഷൻ ആവണം പറയാം. അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തായാലും മാക്സിമം ലൈക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ആവും. അപ്പം നമുക്ക് പൈസ ഇടുന്നതനുസരിച്ച് കിടിലം വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ചെയ്യാം. നമുക്ക് ഗീവേയും കാര്യങ്ങളൊക്കെ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അതിപ്പോൾ വണ്ടിയും കാര്യങ്ങളൊന്നും കൊടുക്കാനില്ല, ജസ്റ്റ് ചെറിയ എന്തെങ്കിലും സാധനം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും വണ്ടി കൊണ്ടുപോകുമ്പോഴുള്ള പ്രസൻസ് ഒരു രക്ഷയില്ല. സിറ്റിയിലൊക്കെ പോകുമ്പം സിഗ്നലൊക്കെ നിർത്തുന്ന സമയത്ത് എല്ലാവരും വന്ന് നോക്കും, കൊള്ളാം. അപ്പോൾ ഞാനിങ്ങനെ നോക്കിച്ചിരിക്കുകയും ചെയ്യും. അതൊക്കെ ഒരു ഫീലാണ്. പിന്നെ പെട്രോൾ അടിച്ച് ഓടേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ചിലവാക്കേണ്ട പൈസയും നിങ്ങൾ കണ്ടെത്തണം. അത്രേ ഉള്ളൂ ഈ വണ്ടിയിലൊക്കെ സീന്. പിന്നെ സൂക്ഷിച്ച് ഓട്ടിക്കണം, അത്രയേ ഉള്ളൂ. അപ്പം ഇത്രയും കുഞ്ഞ് സ്റ്റോറിയായിട്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വണ്ടിയും കാര്യങ്ങളും ഒന്നുകൂടെ കാണിച്ചു തരാം. അത് നമുക്ക് കേക്ക് കട്ടിങ് ഒക്കെ ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാനല്ല, അല്ലാതെ അവർ കറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വരുമ്പോൾ നമുക്ക് അവരെയും കൂടെ വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വൈകുന്നേരം വരെ ലെങ്ത് ആക്കണ്ടല്ലോ, നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ എന്തായാലും വണ്ടി കാണിച്ചു തരാം. പക്ഷേ ഇപ്പോൾ നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വണ്ടി, നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഇതിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സീറ്റ് തന്നെ വാങ്ങിച്ചത്. എനിക്ക് മറ്റേ സീറ്റാണ് ഇഷ്ടമായത്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേര് പറഞ്ഞുകൊണ്ടാണ് ഈ സീറ്റ് തന്നെ വാങ്ങിച്ചത്. നമുക്ക് എന്തായാലും മറ്റേ സീറ്റ് വാങ്ങിക്കാം, ജീറ്റിൻ്റെ ഹാൻഡിൽ വാങ്ങിക്കാം, റെഡ് റോസ്റ്റർ വാങ്ങിക്കാം, എല്ലാം സെറ്റ് ചെയ്യാം. അപ്പോൾ എന്തായാലും അത് ഫണ്ട് വരുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് വണ്ടിയുടെ വിശേഷങ്ങളുണ്ടോ. ഇതുപോലെ വണ്ടിയുടെ അടുത്ത് വന്നിരിക്കുക, അടിപൊളിയില്ലേ. പണ്ടേ ഞാൻ ആഗ്രഹിച്ചത്, സ്വപ്നം കണ്ടതാണ് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ. നേടിയില്ല, വാങ്ങിച്ച് തന്നു, സ്വന്തമായിട്ട് നേടണം. അപ്പോൾ എന്തായാലും എനിക്കെന്തായാലും വാങ്ങിച്ചു തന്നില്ലേ. അപ്പോൾ അവർക്കും അതുപോലെ കുറേ സംഭവങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ആഗ്രഹമുണ്ട്. അതൊക്കെ എന്തായാലും ഫണ്ടല്ലേ വേണ്ടത്, ഫണ്ട് വരട്ടെ. അപ്പോൾ അതൊക്കെയാണ്, ഒന്നും പറയില്ല. ഈ തമ്മനയിൽ എടുത്താണ് ഞാൻ കുറേ ആംഗിൾ ഇങ്ങനെയൊക്കെ ഇട്ടാണ് തമ്മനയിൽ എടുത്തത്.
കുറേ നേരമായി. എന്തായാലും ഫുഡ് പോലും കഴിക്കാതെ രാവിലെ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ എന്തായാലും കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് എന്തായാലും ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തായാലും നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയമാകുമ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റെഡിയായി വരും. വിശക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും കഴിക്കാനും തോന്നില്ല. കറങ്ങാൻ പോകണമെന്നുണ്ട്, പെട്രോളും ഇല്ല. എന്താ അവസ്ഥ അറിയില്ലേ. അപ്പോൾ നിങ്ങളെന്തെങ്കിലും ലൈക്ക് അടിക്കുക കേട്ടോ. എന്തോ പറയണമെന്ന് പറഞ്ഞൂടെ, എന്തൊക്കെ പറയണമെന്നുണ്ട്, കുറേ സംഭവങ്ങൾ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ സംഭവങ്ങളൊക്കെ എടുത്ത് മുകളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതെന്തായാലും അത് കാര്യം നടന്ന് സീറ്റ് എടുത്ത് അകത്ത് വെച്ച്. അപ്പോൾ എന്തായാലും ഇനി ഇങ്ങനെ ആയിരിക്കും ഓടുന്നത്. ജസ്റ്റ് എന്തായാലും വീടിനകത്തിട്ട് ഇറക്കാമല്ലേ? യെസ്, വീടിനകത്തിട്ട് ഇറക്കാം. ഇനി എന്തായാലും പുറത്ത് പോകാൻ വയ്യ, പറയാത്തോണ്ടല്ല ഫുഡ് കഴിക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അമ്മി എൻ്റെ അത് സെൻട്രൽ സ്റ്റാൻഡ് ആയിരുന്നു. നടക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അവിടെ ഞാനുണ്ട്, എന്തായാലും നടക്കും, നോക്കിക്കോ. യെസ്, നടന്നു. സെൻട്രൽ സ്റ്റാൻഡ് മാറ്റാം, കയറിയിരിക്കുക, കീ ഓണാക്കുക. ക്ലച്ച് പിടിക്കുക, ചെരുപ്പ് പോലും ഇട്ടിട്ടില്ല. ഫസ്റ്റ് ഗിയറിടുക, ക്ലച്ച് വിടുക, വണ്ടി ഇറങ്ങുക. എന്നിട്ട് നമ്മൾ ക്ലച്ച് പിടിക്കുക, വീണ്ടും തിരിക്കുക. യെസ്, വണ്ടി മൂവിങ്. അയ്യാ, വണ്ടി വളയ്ക്കാൻ പറ്റുന്നില്ല ഗൈസ്, നടക്കൊന്നും തോന്നുന്നില്ല. എന്നാലും ഞാൻ റൗണ്ട് അടിക്കും. ഇതിൻ്റെ അകത്ത് ഒറ്റ റൗണ്ട് അടിച്ചിട്ടാണ് ഞാൻ വണ്ടി അവസാനിപ്പിക്കണം. കമ്മോൺ, തുടങ്ങി. ബ്രേക്കൊന്നും ചവിട്ടാൻ വയ്യ, അതുകൊണ്ടാണ് ഇങ്ങനെ പതിയൊക്കെ തിരിഞ്ഞു പോകണം. യെസ്, റൗണ്ട് ചുറ്റാറായി. റൗണ്ട് അടിക്കും കഴിച്ച്, ഞാൻ റൗണ്ട് അടിച്ചിരിക്കും. യെസ് ഗൈസ്, ഞാൻ റൗണ്ട് അടിച്ചോ. ന്യൂട്രലാക്കാം. ന്യൂട്രൽ, കിൽ സ്വിച്ച് ഓഫ്, കീ ഓഫ്, സ്റ്റാൻഡ്, ഗെറ്റ് ഔട്ട്. താങ്ക് യു. ഇതൊക്കെ ഇന്നലെ അമ്മ ഉണ്ടാക്കിയ കേക്കാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സിന് വേണ്ടി കൊണ്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും ഇന്ന് 1 വർഷമായതല്ലേ, എന്തായാലും ഫ്രണ്ട്സിനെ കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ വരുന്നതല്ലേ, അപ്പോൾ നമുക്ക് മാങ്ങയും കൂടെ കൊണ്ടു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉപ്പും മുളകൊക്കെ വെച്ച് കഴിക്കാം. അതവിടെ ഒരു മാങ്ങ പഴുത്ത് നിൽക്കുന്നു. ഇന്ന് കുറേ മാങ്ങ പഴുത്തല്ലോ. നമുക്ക് 2-3 മാങ്ങയും കൂടെ അടുത്തോണ്ട് പോകാം. ഏകദേശം നമ്മൾ 4 മാങ്ങയും കൂടെ അടുത്തിട്ടുണ്ട്. ഇതും കൂടെ അവർക്ക് കൊണ്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും കേക്കും കൊടുക്കാം, ഇതൊക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ അവിടെ നിന്ന് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ബർത്ത്ഡേ കേക്ക് അമ്മ. അപ്പോൾ അടുത്ത ദിവസമായി. ഇന്നലെ തന്നെ വണ്ടി ഏകദേശം 100-120 കിലോമീറ്റർ ഞാൻ ഓട്ടിച്ച് സന്തോഷിച്ചു. അങ്ങനെ നമ്മൾ വണ്ടി ഇതായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ കുറേ ഓടി. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ കേക്കും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിനെ കൊടുത്ത്, വേറെ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു, ചെറുതായിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ എന്തായാലും ഇതുവരെ കണ്ടിരുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്തിരുന്നവർക്കും എല്ലാവർക്കും നന്ദി. അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ, ടാറ്റാ.